ഇസ്രായേൽ ലെബനൻ ആക്രമണം പുതിയ തലത്തിലേക്ക്. സംഘർഷത്തിൽ യമനിലെ ഹൂതി വിമതർ കൂടി ചേരുന്നു. ഹൂതികൾക്ക് റഷ്യയുടെ വക അത്യാധുനിക കപ്പൽ വേധ മിസൈലുകൾ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുണ്ട്. ഇതിനായി ഇറാൻ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നതായും വാർത്തകൾ പുറത്തുവരുന്നു. റഷ്യൻ നിർമ്മിത സൂപ്പർസോണിക് മിസൈൽ യാക്കോൻറ്റാണ് ഹൂതികൾക്ക് ലഭിക്കുക. ഈ മിസൈലുകൾ ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിന് വലിയ ഭീഷണിയാകുമെന്നാണ് വിലയിരുത്തൽ. ഹൂതികൾ ഇതുവരെ ഉപയോഗിച്ച മിസൈലുകളെക്കാൾ പ്രഹരശേഷിയുള്ളതാണിത്. കൂടാതെ യുക്രൈനെതിരായ യുദ്ധത്തിൽ പ്രയോഗിക്കുന്നതിനുള്ള ലോങ് റേഞ്ച് ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമായി റഷ്യ ചൈനയിൽ ആയുധ പരിപാടി ആരംഭിച്ചതായി യൂറോപ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ ലെബനൻ ആക്രമണത്തിന് പിന്നാലെയാണ് നടപടി എന്നത് ശ്രദ്ധേയമാണ്. മധ്യ ഇസ്രായേൽ ലക്ഷ്യമിട്ടും ഹൂതികൾ ഈ മാസം ആദ്യം മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ബെൻ ഗുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടടുത്താണ് മിസൈൽ പതിച്ചത്. അതിർത്തി കടന്നുള്ള ഹൂതി ആക്രമണം ഇസ്രായേലിനെ തികച്ചും പ്രതിരോധത്തിലാക്കുകയാണ്. അതേസമയം വിഷയത്തിൽ ഇറാൻ നേരിട്ടുള്ള ഇടപെടൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചർച്ചകളിൽ ഇറാൻ ഇടനിലക്കാരനാണെന്നാണ് റിപ്പോർട്ട്. ഈ ചർച്ചകൾ യുക്രൈനിലെ പാശ്ചാത്യ ആയുധ ഇടപാടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു. റഷ്യയിലേക്ക് കൂടുതൽ ആക്രമണം നടത്താൻ യുക്രൈനുള്ള പാശ്ചാത്യ പിന്തുണയിൽ നിന്നാണ് ആയുധങ്ങൾ നൽകാനുള്ള റഷ്യൻ താൽപര്യം ജനിച്ചതെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തിലുള്ള പ്രതികാരമായാണ് ഹൂതികൾ ഇസ്രായേലി കപ്പലുകളെ ലക്ഷ്യമാക്കി ആക്രമണം തുടങ്ങിയത്. റഷ്യ ഇതുവരെ ഈ ഇടപാട് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ വർഷം തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഈ മിസൈൽ ഇടപാട് മേഖലയിലെ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഹൂതികളുടെ കയ്യിൽ ഇത്തരം ശക്തിയുള്ള ആയുധങ്ങൾ എത്തുന്നത് സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാൻ സാധ്യതയുണ്ട്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ യുക്രൈന് ദീർഘദൂര ആയുധങ്ങൾ നൽകിയാൽ മറ്റ് രാജ്യങ്ങൾക്കും സമാനമായ ആയുധങ്ങൾ റഷ്യ നൽകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആയുധ കമ്പനിയായ അൽമാസ് ആൻഡറിയുടെ അനുബന്ധ സ്ഥാപനമായ IEMS കുബോൾ ചൈനയിൽ ഗാർപിയ 3 എന്ന പുതിയ ഡ്രോൺ മോഡൽ വികസിപ്പിക്കുകയും ടെസ്റ്റ് ചെയ്യുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. കുബോൾ ഈ വർഷം ആദ്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അയച്ചതായും ചൈനയിലെ ഒരു ഫാക്ടറിയിൽ G3 ഉൾപ്പെടെയുള്ള ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് അറിയിച്ചതായും പറയുന്നു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 50 കിലോഗ്രാം പേലോഡുമായി G3ക്ക് ഏകദേശം 2000 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും. എന്നാൽ ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നും ഡ്രോണുകൾക്കും ആളില്ലാ വിമാനങ്ങളുടെ കയറ്റുമതിക്കും ചൈനയ്ക്ക് കർശന വിലക്കുകളുണ്ടെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു.